എന്ത്, നാളെ എങ്ങനെ? നമ്മൾ പലരും അങ്ങനെയല്ലേ, അവരാതി കൊണ്ടിരിക്കുകയാണ്. നാളെ എന്ത്, എങ്ങനെയായിരിക്കും നാളത്തെ ദിവസത്തെ ഞാൻ അഭിമുഖീകരിക്കേണ്ടത്? ഈ 3 വിധവമാരുടെ മുമ്പിൽ ശൂന്യതയാണ്. 3 പേർക്കും ഭർത്താവ് മരിച്ചുപോയി. 3 വിധവമാർ. നവമി പറഞ്ഞു, ഞാൻ എൻ്റെ ജന്മദേശമായ ബേത്ലഹേമിലേക്ക് പോവുകയാണ്. അവർ ഞങ്ങളും പോരുന്നു. അമ്മയെ ഞങ്ങളും പോരുന്നു. അല്ല മക്കളെ, നിങ്ങൾ പോരണ്ട, നിങ്ങളിവിടെ നിങ്ങളുടെ ദേശത്ത് മോവാദേശത്ത് തന്നെ താമസിച്ചുള്ളൂ, ഞാൻ പോവുകയാണ്. ഓർപ്പ അമ്മായിമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. പക്ഷേ രൂത്തോ അമ്മായിമ്മയോട് പറ്റി നിന്നു. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നീ മരിച്ചടക്കപ്പെടുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. ഒരു വലിയ സമർപ്പണമായിരുന്നത്. നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. ദൈവത്തെക്കുറിച്ച് കേൾവി പോലും ഇല്ലാതിരുന്ന മോവാദേശത്ത് ഒരു മോവാബി പെൺകുട്ടിയായി വന്ന ഈ രൂത്ത് എടുത്ത തീരുമാനം ദൈവത്തോടും ദൈവജനത്തോടും ചേരുവാനുള്ള തീരുമാനം. അതൊരു കാതലായ തീരുമാനമാണ്. ഭാവിയിലെ മഹത്തായ ഐശ്വര്യങ്ങളിലേക്കും ദാവീദിൻ്റെ അപ്പനായ ഇശായിയുടെ വംശപരമ്പരയിൽ ബോവസിൻ്റെ ഭാര്യയായി തീരുന്ന മഹാപദവിയിലേക്കും എല്ലാം രൂത്ത് എത്തിച്ചേരുവാൻ അത് മുഖാന്തരമായി തീർന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു മുത്തശ്ശിയാകാനുള്ളതായ ഭാഗ്യമാണ് വാസ്തവത്തിൽ ഈ രൂത്തിന് കിട്ടിയത്. പുറജാതിയാണ്, ദൈവികാരാധന എന്തെന്ന് അറിഞ്ഞുകൂടാ, ആകെ പരിചയം അമ്മാവിയെ പരിചയമുണ്ട്. ഒരു ദൈവവേദനയെ പരിചയപ്പെട്ടതുകൊണ്ട് രൂത്തും ആ ദൈവവേദനയുടെ ദൈവത്തെ എനിക്ക് വേണമെന്ന് തീരുമാനിച്ചു. ദൈവത്തോടും ദൈവജനത്തോടും ചേരുവാനുള്ള തീരുമാനം. നമുക്ക് ഇന്നൊരു തീരുമാനമെടുക്കാം. ദൈവത്തോട് ചേരാം, ദൈവജനത്തോടും ചേരാം. പഴയ ചരിത്രങ്ങളൊന്നും നോക്കണ്ട, അതെല്ലാം തീർന്നു പോയില്ലേ. യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി, അത് ചരിത്രമായി കഴിഞ്ഞു. ടുമോറോ ഈസ് എ മിസ്റ്ററി, നാളെ ഇന്ന് അറിഞ്ഞുകൂടാ. ടുഡേ ഈസ് എ ഗിഫ്റ്റ്, ഇന്ന് എന്നൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഇന്ന് നാം ദൈവത്തോടും ദൈവജനത്തോടും ചേരുവാൻ തീരുമാനിച്ചാൽ നാളെയുടെ മഹാസൗഭാഗ്യങ്ങളിലേക്ക് കർത്താവ് നമ്മെ വഴി നടത്തും. അനുഗ്രഹമായ അനുഭവം നമുക്ക് ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോട്ടിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.